رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قال فإنها محرمة عليهم 40 سنة يتيهون في الأرض فلا تأس على القوم الفاسقين സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തഖികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പവിത്രമായ മുഹറം മാസത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. ഹിജറ വർഷപ്രകാരം പുതിയ ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്തരത്തിലൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തെക്കുറിച്ചുള്ള കണക്കെടുപ്പും അതിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടവും ആലോചനയും ചിന്തയും എല്ലാം പ്രതീക്ഷയോടുകൂടി, ആവേശത്തോടുകൂടി തെറ്റുകൾ തിരുത്തി കൂടുതൽ നന്മകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രചോദനം നൽകുന്നതാണ്. നാഥൻ നമുക്ക് ഏവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പവിത്രമായ മുഹറം മാസത്തിൽ തുടങ്ങി അതുപോലെ തന്നെ പവിത്രമായ ദുൽഹിജ്ജ മാസത്തിൽ അവസാനിക്കുന്നതാണ് ഇസ്ലാമിലെ
ഇസ്ലാമിക കലണ്ടർ എന്ന് പറയുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഒരു ഇസ്ലാമിക കലണ്ടറിനെ സംബന്ധിച്ച ചർച്ചകൾ സജീവമാകുന്നത്. അത് എവിടെ നിന്ന് തുടങ്ങണം എന്ന കാര്യത്തിൽ സ്വഹാബിമാർ പല വിഷയങ്ങളെ അത് അടിസ്ഥാനപ്പെടുത്തുവാനുള്ള ചർച്ചകൾ നടന്നുവെങ്കിലും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവും ഒക്കെ ചർച്ചയായി വന്നുവെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയെ ആസ്പദമാക്കി ആ കലണ്ടർ രൂപപ്പെടുത്തണം എന്നതായിരുന്നു തീരുമാനമായത്. അതുകൊണ്ട് തന്നെ ഹിജ്രി കലണ്ടർ എന്ന പേരിലാണ് അത് അറിയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ആ കലണ്ടർ തുടങ്ങുന്ന മുഹറം മാസത്തിലെ, അഥവാ നാം ഇപ്പോൾ നിലകൊണ്ട് ഇരിക്കുന്ന, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാസത്തിൽ 2 ഹിജറകൾ നടന്ന, 2 ഹിജറകൾക്ക് തുടക്കം കുറിച്ച മാസമാണ് മുഹറമിൻ്റേത്. അതിൽ ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ മദീനയിലേക്ക് ഹിജറ ചെയ്ത് തുടങ്ങിയത് മുഹറമിലാണ്. 2ാം അഖബ ഉടമ്പടി ദുൽഹിജ്ജ 12-ന് മദീനയിൽ നിന്ന് മക്കയിൽ ഹജ്ജിന് എത്തിയ മദീനയിലെ മുസ്ലിങ്ങളായ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിൽ എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്തതിനെ തുടർന്ന് തൊട്ടടുത്ത മാസം മുഹറമോടുകൂടി തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ഹിജറ ചെയ്തു തുടങ്ങി. പ്രവാചകന്റെ ഹിജറ തുടങ്ങുന്നത് സഫറിലും അവസാനിക്കുന്നത് റബീഉൽ അവ്വലിലുമാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. 2ാമതൊരു ഹിജറ നടക്കുന്നത് മുഹറം 10-നാണ്. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലിനെയും കൊണ്ട് നടത്തിയ ഹിജറയാണ്. ഈ 2 ഹിജറകളെ, ആ 2 ഹിജറകൾക്ക് ശേഷം മുസ്ലിം സമുദായത്തിന് ഉണ്ടായ മാറ്റത്തെ നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്, ഒന്ന് വിലയിരുത്തേണ്ടതാണ്. അത് മനസ്സിലാക്കുവാൻ ഈ 2 ഹിജറകളെ തമ്മിൽ, ഈ 2 പലായനങ്ങളെ തമ്മിൽ ഒന്ന് താരതമ്യം പഠനം നടത്തുന്നത് നന്നാവും. കാരണം സമാനമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു സമുദായം എന്ന നിലക്ക് നമ്മുടെ രാജ്യത്തിൻ്റെതിന് സമാനമായ ചില സാഹചര്യങ്ങൾ, ഈ ഹിജറക്ക് കാരണമായ സാഹചര്യങ്ങൾ എന്ന നിലക്ക് നയനിലപാടുകളിൽ മാറ്റം വരുത്തുവാനും എടുക്കേണ്ട നിലപാടുകൾ എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും നമുക്ക് ഈ പഠനവും ചിന്തയും ഗുണപരമാകും എന്നുള്ളത് കൊണ്ടാണ്. 1ാമത്തെ ഹിജറ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുചരന്മാർക്കും എതിരെ നടന്ന കൊടിയ പീഡനങ്ങൾ, ആ പീഡന പർവ്വങ്ങളെ താണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് മദീനയിൽ എത്തിയതിന് ശേഷം അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ലക്ഷണമൊത്ത ഒരു മുസ്ലിം സമുദായമായി വളർന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ലക്ഷണമൊത്ത ഒരു ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്തായി മദീനയിൽ പ്രവാചകനും അനുചരന്മാരും ജീവിക്കുകയാണ്. അതുപോലെ തന്നെ ആ പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം കണ്ട് അതിൽ ആകൃഷ്ടരായി മദീനയിലുള്ള പല ആളുകളും ഈ മതത്തിന്റെ ഭാഗമാകാൻ താല്പര്യപ്പെടുകയും ഇതിന്റെ ഓരം ചേർന്ന് നിൽക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മദീന ഹിജറക്ക് ശേഷം മദീനക്കപ്പുറത്തേക്ക്, അറേബ്യൻ ഉപഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തേക്കും അതിന്റെ പ്രബോധനം വ്യാപിക്കുകയും പിന്നീട് ലോകത്തിന് ഉത്തമ മാതൃകയാകുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് മദീനയിൽ സാധ്യമാക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുചരന്മാർക്കും ഈ ഒരു ഹിജറക്ക് ശേഷം സാധിച്ചു എന്ന് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇതുപോലെ തന്നെ ഒരു ഹിജറ
ഇതിനേക്കാൾ സമാനമായ പീഡനങ്ങളോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കഠിനമായ പീഡനങ്ങളോ അനുഭവിച്ച ഒരു സമുദായത്തിന്റെ ഹിജറ കൂടി നടക്കുന്നുണ്ട് ചരിത്രത്തിൽ. അത് ഫിർഔൻ എന്ന് പറയുന്ന ഫാസിസ്റ്റ് ഭരണാധികാരിക്ക് കീഴിൽ അടിമകളായി ജീവിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവിടെ നിന്ന് ആ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് വളരെ അത്ഭുതകരമായി ചെങ്കടൽ താണ്ടി ഹിജറ വന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു സംഭവമാണ് ആ ഹിജറയാണ്. അങ്ങനെ ആ ചെങ്കടൽ താണ്ടി എത്തിയ ആ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തിരുന്ന ഭൂമി എന്ന് പറയുന്നത് ഫലസ്തീനിന്റെ ഭൂമിയായിരുന്നു. ഫലസ്തീനിലെത്താനും ഫലസ്തീനിലേക്ക് പ്രവേശിക്കുവാനുമാണ് അവർക്ക് അല്ലാഹു നിർദ്ദേശം നൽകിയിരുന്നത്. അവർക്കുള്ള വാഗ്ദത്ത ഭൂമി അതായിരുന്നു. പക്ഷേ ആ പ്രവാചകനോടൊപ്പം കടന്നു വന്ന ആ ജനതക്ക് 40 വർഷക്കാലം ഫലസ്തീനിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, സീനാ പർവ്വതത്തിന് താഴെയുള്ള ആ മരുഭൂമിയിൽ അവർ അലഞ്ഞു തിരിഞ്ഞ് ഗതി കിട്ടാതെ ഗത്യന്തരമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന്റെ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത്. നാം ആലോചിക്കേണ്ടത്, നാം പഠിക്കേണ്ടുന്നതും എന്തു എന്ന് ചോദിച്ചാൽ, ഒരേ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരേ രൂപത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമായി അതുപോലെ അള്ളാഹുവിന്റെ സഹായം ലഭിച്ച 2 വിഭാഗം ആളുകൾ ഹിജറ ചെയ്യുന്നു. അവർ രണ്ടുപേരും അള്ളാഹു നിശ്ചയിച്ച ഒരു സ്ഥലത്തേക്ക് ഹിജറ ചെയ്ത് എത്തുകയും ചെയ്യുന്നു. അതിനുശേഷം ഒരു വിഭാഗം ആളുകൾ ലോകത്തിന് മാതൃകയാം വിധം ഒരു ഉത്തമ സമുദായമായി മാറുകയും മറ്റൊരു വിഭാഗം ആളുകളാകട്ടെ ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എന്താണ് ഇവർ രണ്ടുപേരുടെയും ഹിജറക്കുള്ള മാറ്റം? അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഹിജറയ്ക്ക് ശേഷം സംഭവിച്ചത് എന്താണ് എന്ന് നമ്മൾ കൃത്യമായി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഈ 2 വിഭാഗങ്ങളുടെയും ആദർശത്തിനോടുള്ള പ്രതിബദ്ധതയും ഈ 2 വിഭാഗങ്ങളുടെയും അള്ളാഹുവിനോടുള്ള അനുസരണവും എത്രമേൽ ശക്തമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്നത്. പറഞ്ഞു വന്നത്, ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു എന്നിടത്താണ് ഈ ഹിജറയ്ക്ക് ശേഷം മുസ്ലിം സമുദായത്തിന് ഉണ്ടായ ഏത് അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുക എന്ന് നമുക്ക് ബോധ്യമാക്കുക. അതിനു വേണ്ടിയാണ് ഈ 2 ചരിത്രങ്ങളെ, അവർക്ക് സംഭവിച്ചതിനെ നാം പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പലായനം ചെയ്ത് മദീനയിലെത്തിയ ആളുകൾക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ടായത്? അവർ ആദർശത്തിൽ അത്രയേറെ കണിശത പുലർത്തുന്ന ആളുകളായിരുന്നു. അവർ അങ്ങേയറ്റം അള്ളാഹു അവരെ ഏൽപ്പിച്ച ഇസ്ലാഹ്, അതായിരുന്നു അവരുടെ ദൗത്യം. മദീനയിൽ ഇസ്ലാഹ് നടത്തുക, മദീനയിൽ ആ കാലം ആവശ്യപ്പെടും വിധത്തിലുള്ള കാലം തേടുന്ന ഇസ്ലാഹ് നടത്തുക, അതായിരുന്നു അവരുടെ ദൗത്യം. അവർ കൃത്യമായി മറയില്ലാതെ ഭയമില്ലാതെ ജനങ്ങളോട് കൃത്യമായി ആ ഇസ്ലാഹ് നടത്തി. മാത്രവുമല്ല, അള്ളാഹുവിലുള്ള അനുസരണയുടെ കാര്യത്തിൽ അവർ ഒന്ന് പുറകോട്ട് ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് ബദറിൽ അവരെക്കാൾ 3 ഇരട്ടിയുള്ള, അവരെക്കാൾ ശക്തന്മാരായിട്ടുള്ള ശത്രുക്കൾ അവർക്ക് എതിരായി അണിനിരന്ന സമയത്തും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തിനാണ് ഇങ്ങനെയൊരു അവസ്ഥ എന്ന് ചോദിച്ചില്ല. നമ്മൾ എന്തിനാണ് നാശത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് കാലെടുത്ത് വെക്കുന്നത് എന്ന് ചോദിച്ചില്ല. കേവലം യാത്ര ചെയ്യുമ്പോൾ മാത്രം കയ്യിൽ കരുതുന്ന ആയുധങ്ങളുമായി പ്രവാചകനോട് ഒപ്പം പുറപ്പെട്ട ആ സമുദായം വലിയൊരു സൈന്യത്തെ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായ സമയത്തും അവർ പ്രവാചകനോട് പറഞ്ഞത്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നീയും നിന്റെ രക്ഷിതാവും പോയിക്കൊണ്ട് യുദ്ധം ചെയ്യുക. ഇന്നാ മഅകുമാ യുഖാതിലൂൻ, ഞങ്ങൾ അങ്ങയോടൊപ്പം, നിങ്ങൾ രണ്ടുപേരുമോടുമൊപ്പം യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുന്ന കൃത്യമായ ഒരു ആദർശത്തിന്റെ വക്താക്കളായി അവർക്ക് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഹിജറയ്ക്ക് ശേഷം ആ സമുദായത്തെ ഉത്തമ സമുദായമായി മാറ്റി ലോക ജനതയ്ക്ക് മാതൃകയാക്കുവാൻ അള്ളാഹു സഹായിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം അവിടെ ഒരു പ്രവാചകനല്ലല്ലോ, 2 ആളുകളാണ്. മൂസാ നബി മാത്രമല്ല, സഹോദരൻ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടെയുണ്ട്.
ആ 2 പ്രവാചകന്മാരോടൊപ്പം അവർ നടത്തിയ ഹിജറ എന്ന് പറയുന്നത് എത്രമേൽ സാഹസികമായിരുന്നു എന്ന്, അവിടെ അവർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ എത്ര കണ്ട് നേരിൽ കണ്ടിട്ടുണ്ട് എന്ന്, അള്ളാഹുവിനെ എത്ര കണ്ട് അവർക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് കൃത്യമായി ആ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയ ഒരു വിഭാഗം ആളുകൾ കടൽ കടന്ന് രക്ഷപ്പെട്ടതിനു ശേഷം ഗതി കിട്ടാതെ 40 വർഷം അലയേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവർക്ക് ആദർശത്തോട് കൂറില്ലായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, അവർ അങ്ങേയറ്റം ഭീരുക്കളായിരുന്നു എന്നുള്ളതാണ് കാരണം. ആദർശം തുറന്നു പറയാൻ ഭീരുക്കളായ ആളുകളായിരുന്നു അവർ എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തത്, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അനുസരണക്കേട് കാണിക്കുന്നവരായിരുന്നു അവർ എന്ന് വിശുദ്ധ ഖുർആനിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചെങ്കടൽ കടന്ന് ആ മരുപ്പറമ്പിലെത്തിയ ആളുകളോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്, അല്ലെങ്കിൽ അവരോട് പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറ മാഇദയിലെ 20 മുതലുള്ള വചനങ്ങളിൽ ആ ചരിത്രം കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ ഇതൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ പ്രബോധനത്തിലേക്ക് ഇതൊന്ന് ചേർത്ത് വെച്ച് വായിക്കണം. അങ്ങനെ വായിക്കുമ്പോഴാണ് മുഹറമിന്റെ ഈ ചരിത്രം പഠിക്കുമ്പോൾ, ഈ ഹിജറ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അതിൽ നിന്ന് ഗുണപാഠം ലഭിക്കുക. കേവലം ചരിത്രം പഠിച്ച് ചരിത്രം കേട്ട് ആസ്വദിച്ചു പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിനു വേണ്ടിയുള്ള കേൾവിയും ചിന്തയും പഠനവുമാകണം എന്ന് ആദ്യമായി തന്നെ നിങ്ങളെ ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറ മാഇദയിലെ 20-ാമത്തെ ആയത്ത് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആ ഹിജറയ്ക്ക് ശേഷം ആ ജനസമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വഇദ് ഖാല മൂസാ ലിഖൗമി, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, യാ ഖൗമി ദുഖുറൂ നിഅമത്തല്ലാഹി അലൈക്കും, ജനങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർത്തുകൊള്ളണം. ഇത് ജഅല ഫീകും അംബിയാ, നിങ്ങളിൽ നിന്ന് അള്ളാഹു നബിമാരെ നിശ്ചയിച്ചു തന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളുകളാണ് ബനു ഇസ്രായേല്യരായിട്ടുള്ളത്. അവരിൽ നിന്ന് തന്നെയാണ് യൂസുഫ് നബി അടക്കമുള്ള പ്രവാചകന്മാർ നിയോഗിതരാകുകയും ചെയ്തിട്ടുള്ളത്. അപ്പോ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹമായി തന്നതാണ് നിങ്ങളിൽ നിന്ന് അമ്പിയാക്കന്മാരെ അള്ളാഹു നിശ്ചയിച്ചു എന്നുള്ളത്. മുലൂക്കൻ, നിങ്ങളിൽ നിന്ന് രാജാക്കന്മാരെയും അള്ളാഹു നിശ്ചയിച്ചു തന്നില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്ന, ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതായി വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ നിങ്ങളിൽ രാജാക്കന്മാരെ അള്ളാഹു നിശ്ചയിച്ചു തരികയും ചെയ്തു. ലോകർക്കാർക്കും നൽകിയിട്ടില്ലാത്ത എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് അവൻ ചെയ്തു തന്നത്. നിങ്ങൾ ആ ചെങ്കടലിന്റെ മുന്നിൽ എത്തിപ്പെട്ട സമയത്ത്, നിങ്ങൾ അതിൽ മുക്കിക്കൊല്ലപ്പെടും എന്ന് നിങ്ങൾ വിചാരിച്ചു പോയ സമയത്ത്, നിങ്ങൾ ഭയചകിതരായിരുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് കയ്യിലുള്ള വടികൊണ്ട് ആ കടലിലടിക്കുവാനും ആ വെള്ളത്തെ 2ആയി പിളർന്ന് ഉണങ്ങിയ ഒരു പാത നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പാകത്തിന് ഒരുക്കി തരികയും അതിൽ നിങ്ങൾ പ്രവേശിക്കുകയും അതിലൂടെ രക്ഷപ്പെട്ടതിന് ശേഷവും നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരുന്ന നിങ്ങളുടെ ശത്രുവിനെ അതിൽ മുക്കിക്കൊന്നതടക്കം നിങ്ങൾ കണ്ട അനുഗ്രഹങ്ങൾ എത്രയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്നതിനെ നിങ്ങളൊന്ന് ഓർക്കണം എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ആദ്യം എടുത്തു പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യാ ഖൗമി ദുഖുലുൽ അർളൽ മുഖദ്ദസ. എന്നിട്ടാ പറയുന്നത്, നിങ്ങൾ ഈ മരുപ്പറമ്പിൽ അലഞ്ഞു നടക്കേണ്ട ആളുകളൊന്നുമല്ല. ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസ, ആ പവിത്രമായ മുഖദ്ദസായ ഫലസ്തീനിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. അവിടെയാണ് നിങ്ങൾ ചെല്ലേണ്ടത്. അവിടെയാണ് നിങ്ങൾക്ക് ഇസ്ലാഹ് നടത്താനുള്ളത്. അവിടെയാണ് നിങ്ങൾക്ക് പ്രബോധനം നടത്താനുള്ളത്. അവരിലാണ് നിങ്ങൾക്ക് മാറ്റം വരുത്താനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആ നാട്ടിലേക്കാണ് പ്രവേശിക്കേണ്ടത് എന്ന് റബ്ബ് സുബ്ഹാനഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനയായിക്കൊണ്ട് അവരോട് പറഞ്ഞു കൊടുക്കുമ്പോ അവർ പറഞ്ഞത്, എന്നിട്ട് മൂസാ നബി പറഞ്ഞു, വലാ തർതദ്ദു അലാ അദ്ബാരിക്കും, നിങ്ങൾ പിന്തിരിഞ്ഞ് കളയരുത് കേട്ടോ, നിങ്ങൾ പേടിച്ച് പിന്തിരിഞ്ഞ് കളയരുത്. അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ഭൂമി എന്ന് പറയുന്നത് ആ ഫലസ്തീനിന്റെ മണ്ണാണ്. അവിടേക്ക് നിങ്ങൾ പ്രവേശിക്കാതെ നിങ്ങൾ ഭയന്ന് പുറകോട്ട് പിന്തിരിഞ്ഞു ഓടരുത് എന്ന്. ഫതൻകലിബു ഖാസിരീൻ, അങ്ങനെ നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണ് എങ്കിൽ
നിങ്ങൾ നിന്ദ്യന്മാരായി മടങ്ങേണ്ടി വരും എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ താക്കീത് ചെയ്യുകയും ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. എന്നാൽ ഇത്ര കൃത്യമായി അനുഗ്രഹങ്ങളെ കണ്ട് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും എന്ന് ഉറപ്പായും ബോധ്യമുള്ള ആ ജനത മൂസാ നബിയോട് പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയോ? ഖാലു യാ മൂസ, അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞത്, ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ, ആ ഫലസ്തീനിൽ ഇപ്പോ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അമാലികകൾ അവര് അതിശക്തന്മാരായ ഭീകരന്മാരായ ആളുകളാണ്. അവർ ശക്തന്മാരായ ആളുകളാണ്. അവരുള്ളിടത്ത് പോയിട്ട് നമുക്ക് ഒരു ഇസ്ലാഹിന് ഒരു സാധ്യതയില്ല. അവരുള്ള നാട്ടിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ ദഅവത്തിന് ഒരു സാധ്യതയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അതിലേക്ക് പ്രവേശിക്കുകയില്ല. അവരവിടുന്ന് പുറത്തേക്ക് പോകുന്നത് വരെ ഞങ്ങൾ അങ്ങോട്ടില്ലെന്ന് അവരോട് പറഞ്ഞത്. ഫലസ്തീനിലേക്ക് പോകണം, അവിടെ ഇസ്ലാഹ് നടത്തണമെന്ന്, അവിടെ ദഅവത്ത് നടത്തണമെന്ന്. എന്നാൽ അവർ പറഞ്ഞതോ, അവിടെ ശക്തന്മാരായ ഞങ്ങളുടെ പണിയൊന്നും അവിടെ നടക്കൂല, ഈ ദഅവത്തൊന്നും അവിടെ ചെയ്തിട്ടൊരു കാര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടില്ല. ആ ആളുകൾ ആ ഭാഗത്തു നിന്ന് നീങ്ങുന്നതുവരെ, അവർ അവിടെ നിന്ന് മാറിപ്പോകുന്നതുവരെ ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുകയില്ല എന്ന് അവർ മറുപടി പറഞ്ഞു. ഫഇന്നാ ദാഖിലൂൻ, അവർ അവിടെ നിന്ന് പോവുകയാണ് എങ്കിൽ, ഫഇൻ യഖ്റുജു മിൻഹാ, അവർ അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയാണ് എങ്കിൽ, ഫഇന്നാ ദാഖിലൂൻ, അപ്പം ഞങ്ങൾ പ്രവേശിക്കാം, അപ്പം ഞങ്ങൾ വേണ്ടതെല്ലാം ചെയ്യാം. അങ്ങനെ ഭീരുത്വത്തിന്റെ ഭയത്തിന്റെ വർത്തമാനം മറുപടി പറഞ്ഞ ആളുകളാണ് അവർ. ഇത്രയുമായപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സംഘത്തെ നിയോഗിച്ചു ഫലസ്തീനിൽ ചെല്ലുവാനും അവിടുത്തെ സ്ഥിതിഗതികൾ അന്വേഷിക്കുവാനും അവിടുത്തെ സാധ്യതകളെ കുറിച്ച് പഠിക്കുവാനും ഒരു സംഘത്തെ അയച്ചു. അവർ അന്വേഷണം നടത്തി തിരിച്ചു വന്നിട്ട് ഈ ജനതയുടെ മുന്നിൽ അവരിൽപ്പെട്ട 2 ആളൊഴികെയുള്ള എല്ലാ ആളുകളും അവരോട് പറഞ്ഞത് ശരിയാണ്. അവർ ഭയത്തിന്റെ വർത്തമാനമാണ് അവരോട് പറഞ്ഞത് എന്ന്. ഖാല റജുലാനി മിനല്ലദീന യഖാഫൂന, അതില് ഈ 2 പേരല്ലാത്ത ആളുകൾ എല്ലാം ഭയത്തോടുകൂടി നമുക്ക് അവിടേക്ക് പ്രവേശിച്ചാൽ സർവനാശമായിരിക്കും ഉണ്ടാവുക എന്ന വർത്തമാനമാണ് 2 ആളുകൾ ഒഴികെയുള്ള എല്ലാ ആളുകളും പറഞ്ഞത്. എന്നാൽ ആ 2 പേർ പറഞ്ഞ വർത്തമാനം വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. ഖാല റജുലാനി മിനല്ലദീന യഖാഫൂന, ആ ഭയപ്പെട്ടിരുന്ന ആ കൂട്ടത്തിൽ നിന്ന് 2 ആളുകൾ പറഞ്ഞു. അവരെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, അൻഅമ അല്ലാഹു അലൈഹിമ, അവരുടെ 2 പേരുടെയും മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു എന്നാ. അവരെന്താ പറഞ്ഞ വർത്തമാനം ഒന്നറിയോ? ഇദ്ഖുലു അലൈഹിമുൽ ബാബ, നിങ്ങൾ അതിന്റെ കവാടങ്ങളിലൂടെ അകത്തേക്ക് പ്രവേശിക്ക്. ആ ജനത ഭയപ്പെട്ട് നിന്നിരുന്ന ആ ജനതയോട് പറഞ്ഞത് ഉദ്ഖുലു അലൈഹിമുൽ ബാബ്, അവരുടെ കവാടങ്ങളിലൂടെ നിങ്ങൾ അകത്തേക്ക് കടക്ക്. ഫഇദാ ദഖൽതുമൂഹു ഫഇന്നകും ഗാലിബൂൻ, നിങ്ങൾ അതിലൂടെ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് ജയിക്കാൻ കഴിയുക, നിങ്ങൾക്കാണ് ജയിക്കാൻ കഴിയുക. കാരണം അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കാണ് ഉണ്ടാവുക. അങ്ങനെയുള്ളപ്പോ ഉറപ്പായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്ന് അവരോട് പറയുകയും വഅലല്ലാഹി ഫതവക്കലു, നിങ്ങൾ അള്ളാഹുവിൽ വരമേൽപ്പിച്ച് മുന്നോട്ട് പോ. എന്നിട്ട് ആ നാട്ടിലേക്ക് പ്രവേശിച്ച് അവിടെ ഇസ്ലാഹ് നടത്ത്, അവിടെ ദഅവത്ത് നടത്ത് എന്ന് ആ വന്ന 2 ആളുകൾ ആ ജനതയോട് പറയുന്നതായി കാണുവാൻ സാധിക്കും. ഇത് കുൻതും മുഅ്മിനീൻ, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ എന്തിന് നിങ്ങൾ ഭയപ്പെടണം? നിങ്ങൾ ധൈര്യമായി അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ആ ജനതയിലേക്ക് കടന്നു ചെല്ല്, നിങ്ങൾ തന്നെയാണ് വിജയിക്കുക, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും എന്ന് മുഫസ്സിറുകൾ ആ 2 ആളുകളെ കുറിച്ച് പറഞ്ഞു. അതിൽ ഒന്ന് യൂഷഅ ഇബ്നു നൂൻ എന്ന് പറയുന്ന ആളും മറ്റൊന്ന് കാലിബ് ഇബ്നു യഫുന്ന എന്ന് പറയുന്ന മനുഷ്യനും ആയിരുന്നു എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇതൊക്കെ പറഞ്ഞതിന് ശേഷവും, ഇവർ ഈ ഉറപ്പ് കൊടുത്തതിന് ശേഷവും ആ ജനത പറഞ്ഞ വർത്തമാനം ഖാലു യാ മൂസ ഇന്നാ ലൻ നുദ്ഖുലഹ അബദ, ഒരിക്കലും ഞങ്ങൾ അങ്ങോട്ട് കേറൂല. മാ ദാമു ഫീഹ, അവർ അവിടെ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഉറപ്പ്, ഞങ്ങൾ ആ നാട്ടിലേക്ക് പ്രവേശിക്കുക തന്നെയില്ല. എന്നിട്ട് അവർ ധിക്കാരത്തിന്റെ അനുസരണക്കേടിന്റെ ഒരു വർത്തമാനം കൂടി പറഞ്ഞു. ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഫഇന്നാ ഹാഹുനാ ഖായിദൂൻ, നീയും നിന്റെ റബ്ബും പോയിട്ട് വേണമെങ്കിൽ യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്ന്. നീയും നിന്റെ റബ്ബും പോയി
യുദ്ധം ചെയ്തതിന് ശേഷം അവിടെ വിജയം നേടിയിട്ട് തിരിച്ചു വാ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേറാം എന്ന് അഹങ്കാരത്തിന്റെ വർത്തമാനം ആ ജനത മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുന്നതായി കാണുവാൻ സാധിക്കും. ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്താണെന്നറിയോ? അവർക്ക് ഫലസ്തീനിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. 40 വർഷത്തോളം ആ ജനതക്ക് ഫലസ്തീനിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമെ അടക്കം ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമെ അടക്കം മരണപ്പെട്ടതിന് ശേഷം അന്ന് പോയ ആ ജനതയിലെ ഒരാൾക്കും ആ ഫലസ്തീനിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ 2ാം തലമുറക്ക് യൂഷ ബിൻ നൂനിന്റെ നേതൃത്വത്തിലാണ് ഫലസ്തീനിലേക്ക് പ്രവേശനം സാധ്യമായത് എന്ന് ചരിത്രം നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്നതായി കാണുവാൻ സാധിക്കും. എന്തേ അവർക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത്, ചിലരൊക്കെ അവിടെ ഉണ്ട് എങ്കിൽ ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന അവരുടെ വാദമായിരുന്നു. അത് ഭയത്തോടു കൂടിയുള്ള, അത് ശരിയാവില്ല എന്ന അവരുടെ വർത്തമാനമായിരുന്നു. അതിന്റെ പ്രതിഫലമായി അതിനുശേഷം അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് 40 വർഷമാണ് അവരുടെ ജീവിതത്തിൻ്റെത്. ആ മരുഭൂമിയിൽ യാതൊരു സഹായവും കിട്ടാതെ ഗത്യന്തരമില്ലാതെ അലഞ്ഞു നടക്കേണ്ടി വന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ അവർ തീരുമാനിച്ചത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞത്, ഖാല ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സന. ഇനി അവർക്ക് 40 വർഷം അവിടേക്ക് കയറാൻ തന്നെ കഴിയില്ല, അത് അവർക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പനയിടുകയാണ് ചെയ്തത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് യതീഹൂന ഫിൽ അർള്, അവരങ്ങനെ രക്ഷപ്പെട്ടു പോകുമൊന്നും വേണ്ട. യതീഹൂന ഫിൽ അർള്, ഈ ഭൂമിയിലൂടെ അവരങ്ങനെ ഗതികെട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കട്ടെ. യതീഹു എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്നാണ്. അതുകൊണ്ടാണ് ആ മരുഭൂമിയെ തീഹ് എന്ന് വിളിക്കുന്നത്. അലഞ്ഞു തിരിഞ്ഞു നടന്ന സ്ഥലമാണ്. മൂസാ നബിയുടെ സമുദായം അലഞ്ഞു തിരിഞ്ഞു നടന്ന ആ സ്ഥലമാണ് തീഹ്. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു, യതീഹൂന അലൈഹിം, അവർ അതിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കട്ടെ. ഫലാ തഅസ അലൽ ഖൗമിൽ ഫാസിഖീൻ, ഇങ്ങനെ ഫാസിക്കുകളായിട്ടുള്ള ഒരു വിഭാഗത്തെ കുറിച്ച് ആലോചിച്ച് അങ്ങ് നിരാശപ്പെടേണ്ടതില്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണുവാൻ സാധിക്കും. ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പോലും നമ്മൾ ഇത് തുറന്നു പറയാതെ ഇരിക്കലാണ് ഇപ്പോൾ നല്ലത് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ ഈ നാട്ടിൽ ഗതി കിട്ടാതെ അലയേണ്ടി വരും എന്നാണ് മുഹറം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, കഴിഞ്ഞ ഈ നടന്ന ഇലക്ഷൻ എങ്ങാനും വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടിയാണ്, മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ്, അവർ പറഞ്ഞതുപോലെയുള്ള ഒരു ഭൂരിപക്ഷത്തോടു കൂടിയാണ് വന്നിരുന്നത് എങ്കിൽ നമ്മുടെ പ്രബോധനത്തിന്റെ, നമ്മുടെ പ്രബോധന മാർഗങ്ങളുടെ, നമ്മുടെ നിലനിൽപ്പിന്റെ തന്നെ അവസ്ഥ എന്താകുമെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അവിടെ നമുക്ക് ലഭിച്ചൊരു വിജയമായി തന്നെ ഈ ഒരു പ്രതിപക്ഷമെങ്കിലും ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ വിജയമായിട്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെങ്കടൽ കടന്നു വന്ന ഒരു അവസ്ഥയെങ്കിലും അതെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഇനിയും നമ്മൾ ഇത് പറയാൻ മടിക്കുകയാണ് എങ്കിൽ, ഈ മതത്തിനെ ആളുകളുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കുന്നതിൽ നിന്ന് ഇനിയും നമ്മൾ തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയാണ് എങ്കിൽ ഉറപ്പാണ് ഈ മുഹറമിന്റെ ചരിത്രം നമ്മോട് പറയുന്ന ഒന്ന്, യതീഹൂന ഫിൽ അർള്, ഈ നാട്ടിൽ ഗതി കെട്ടാതെ അലയേണ്ടി വരും എന്നുള്ളതാണ്. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മെ ഏവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയും ബനൂ ഇസ്രായേലും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ, അള്ളാഹു രക്ഷപ്പെടുത്തിയതിന്റെ നന്ദി സൂചകമായി ജൂതന്മാർ പണ്ടുകാലം മുതൽ തന്നെ ആശുറ എന്ന നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. വിശ്വാസികളോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ താല്പര്യത്തോടുകൂടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതാണ് ആശുറ ഇന്ന് നോമ്പ് നോൽക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം,
സൗമു യൗമു അറഫത യുകഫിറു സനതൈൻ മാളിയതൻ വ മുസ്തഖ്ബില. യൗമു അറഫയിലെ നോമ്പ് കൊണ്ട് 2 വർഷത്തെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു നൽകപ്പെടും. അത് മുൻകഴിഞ്ഞ വർഷത്തെയും ശേഷം വരാനിരിക്കുന്ന ഒരു വർഷത്തെയും നിങ്ങളുടെ പാപങ്ങളെ പുറത്തു തരും. വസൗമു ആഷുറ, എന്നാൽ ആഷുറ നോമ്പിന് യുകഫിറു സനതൻ മാദിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു തരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോ ഏറെ പ്രാധാന്യമുള്ളതും ഏറെ പ്രതിഫലാർഹവുമായിട്ടുള്ള നോമ്പാണ് മുഹറമിലെ നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ആഷുറയിലാണ്, മുഹറം 10-നാണ് ആ നോമ്പ് നോൽക്കേണ്ടുന്നത്. ഇത് ജൂതന്മാരായ ആളുകൾ മുൻപ് തന്നെ നോറ്റിരുന്നു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയാൻ ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വന്ന സമയത്ത് ഫറഅ അൽ യഹൂദ തസൂമു യൗമ ആഷുറ, ജൂതന്മാരെല്ലാം ആഷുറയില് നോമ്പ് നോൽക്കുന്നതായി കണ്ടു. ഫഖാല, അപ്പോൾ നബി ചോദിച്ചു, മാ ഹാദ, ഇതെന്താണ്, ഈ മുഹറമിന്റെ 10-ന് ഇവരെന്തിനാണ് നോമ്പ് നോൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഖാലു ഹാദാ യൗമുൻ സ്വാലിഹ്, ഇത് വളരെ നല്ല ഒരു ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, ഈ ദിവസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിയരെ അവരുടെ ശത്രുവിൽ നിന്ന് രക്ഷിച്ചത് എന്ന് പറയുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോ എന്നിട്ട് അവർ ചേർത്ത് പറഞ്ഞത് ഫസ്വാമ മൂസ, അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ദിവസങ്ങളിൽ നോമ്പ് നോറ്റിരുന്നു എന്ന്. അപ്പോ ഖാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഅന അഹഖു ബി മൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് അർഹതയുള്ളത്, കടപ്പെട്ടിരിക്കുന്നത് ഞാനാണ്, നിങ്ങളെക്കാൾ അടുത്ത ബന്ധമുള്ളത് എനിക്കാണ്. അതുകൊണ്ട് തന്നെ ഫസ്വാമ വ അമറ ബിസിയാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കുകയും നോമ്പ് നോൽക്കാൻ തന്റെ അനുയായികളോട് കൽപ്പിക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ വന്നതായി കാണുവാൻ സാധിക്കും. മാത്രവുമല്ല, ഖുറൈശികളായിട്ടുള്ള ആളുകൾ, മക്കയിലെ ഖുറൈശികളായിട്ടുള്ള ആളുകൾ മുഹറം 10-ന് നോമ്പെടുത്തിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും. പിന്നീട് നമുക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത് മുഹറം 9-മായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മുഹറം 9-ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോറ്റിട്ടില്ല. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ മുഹറം 9-ന്റെ നോമ്പ് നോറ്റതായി നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, ഫഇദാ കാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ് സുംനൽ യൗമ താസിഅ, വരും വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ആ 9-ാമത്തെ നോൻപ് അല്ലെങ്കിൽ 9-ാം തീയതിയും മുഹറമിലെ 9-ഉം ഞാൻ നോമ്പ് നോൽക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറയുന്നത് പ്രവാചകന്റെ കൗലും ഫിഅലും അതോടൊപ്പം തന്നെ തഖ്രീറും കൂടി ഉൾപ്പെട്ടതാണ്. പ്രവാചകന്റെ മൗനാനുവാദം കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ് പ്രവാചകന്റെ സുന്നത്ത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതും പറഞ്ഞതും ചെയ്യാൻ പ്രേരിപ്പിച്ചതുമായ കാര്യങ്ങൾ പ്രവാചകന്റെ സുന്നത്തിൽപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് 9-ഉം 10-ഉം ആ സുന്നത്തായിട്ടുള്ള നോമ്പ് നോൽക്കാവുന്നതാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മുഹറമിന്റെ ചരിത്രം ഈ ഒന്ന് കൊണ്ട് മാത്രം തീരുന്നൊന്നുമില്ല. ഈ ജനതക്ക് പിന്നീട് ഉണ്ടായ അനുഭവങ്ങൾ പലതും വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കൃത്യമായി, അല്ലെങ്കിൽ ആ 40 വർഷം ആ ജനത അവിടെ അനുഭവിക്കേണ്ടി വന്ന പരീക്ഷണങ്ങൾ എത്രയാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിന്നാൽ, ചില കാരണങ്ങൾ പറഞ്ഞു വിട്ടുനിന്നാൽ അനുഭവിക്കേണ്ടി വരുന്നത് എത്രമേൽ ഭയാനകമായിരിക്കും എന്ന് നമുക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ട് മുഹറം പഠിക്കുമ്പോൾ, അതിന്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കാൻ, ചില നിലപാടുകൾ എടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കി സത്യത്തിന്റെ വക്താക്കളാകുവാൻ, അതിന്റെ ധ്വജവാഹകരാകുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഹറവുമായി ബന്ധപ്പെട്ട് മറ്റു പല കാര്യങ്ങൾ കൂടി വിശദീകരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബകളിൽ അത്
പിന്നെ സാധ്യമെങ്കിൽ വിശദീകരിക്കാം എന്ന് ഉദ്ദേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ